പാലക്കാടോ? പാലക്കാടൊക്കെ നമ്മൾ എപ്പോഴും തൂക്കി. വിട പറയുകയാണോ? ഹായ് ഹലോ. അപ്പൊ നമ്മുടെ ഇലക്ഷൻ ഇന്ന് മെയ് 3, നാളെ മെയ് 4. അപ്പൊ നമ്മുടെ ഇലക്ഷന്റെ ഫലപ്രഖ്യാപനത്തിന് ഏതാനും മണിക്കൂർ നിൽക്കേ, ഇനി ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ മണിക്കൂറുകൾ എണ്ണി നിൽക്കുകയാണ്. നാളെ 8 മണിയോടെ നമ്മുടെ ഇലക്ഷൻ ഫലപ്രഖ്യാപനം തുടരുകയാണ്. ഒരു 10-12 കൂടി ഫലപ്രഖ്യാപനമൊക്കെ പ്രഖ്യാപിക്കും. ആരാണ് വിജയ്, ആരിവിടെ ഭരിക്കും, ആര് വീഴും, ആര് വാഴും എന്ന് നമുക്ക് നാളെ അറിയാൻ സാധിക്കും. അപ്പൊ അതിനോടുപരിയായിട്ട് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങൊന്ന്, അതായത് പിണറായി വിജയൻ, ഞാൻ സാധാരണ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ വാഴ്ത്തി പാടാറേ ഇല്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ആ ഒരു സെറ്റപ്പാണ്. പക്ഷെ എന്താണ് നമ്മുടെ അവസാനത്തെ നിമിഷങ്ങളല്ലേ. അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു സ്ഥാനം ഇന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽ അടക്കമുള്ള എല്ലാ മീഡിയസിലും അത് വമ്പം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പില്ല തങ്ങൾ അടുത്ത തുടർഭരണമുണ്ട് എന്നുള്ള കാര്യം CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിന് പോലും ഉറപ്പില്ല എന്നുള്ളതൊക്കെയാണ്. നമുക്ക് കുറച്ച് ലേശം ബഹുമാനമൊക്കെ ആവാം അല്ലെ. ബഹുമാനം വേണം. കാരണം മുഖ്യമന്ത്രി മാറാൻ പോവുകയാണ്, അടുത്തൊരു ഭരണം വരാൻ പോവുകയാണ്. അപ്പൊ ഇപ്പൊ എല്ലാരും ഒരു കരക്കമ്പി കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDF ഭരണത്തിൽ കയറും, ഏതാണ്ട് ഒരു 80-85 സീറ്റ് ഒടകം പിടിക്കും, പിന്നെ ഒരു തൂക്കുമുന്നണി വരുമെന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം UDF വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ചർച്ചയായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം 2-3 ആഴ്ചയായിട്ട് ഇതിവിടെ കോൺഗ്രസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്, ആരാണ് അടുത്ത മുഖ്യമന്ത്രി. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, എനിക്ക് താല്പര്യം VT സതീശനെയാണ്. വൈ? ബിക്കോസ് VT സതീശനാണ് ഈ 5 വർഷക്കാലം ഈ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് VT സതീശനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി വളരെ വിലപ്പെട്ടതാണ്. കുറച്ച് മുൻകോപം എടുത്തിയാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും പുള്ളി അടിപൊളിയാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ നാളത്തെ ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിലൂടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ പോകുന്നതിന് മുമ്പ് ഇന്ന് ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി സാറിനോട് അങ്ങുന്നിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ആ മുഖ്യമന്ത്രി പദവി എടുത്ത് മാറ്റിയ ഒരു ചർച്ച ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. മാറ്റിയോ മാത്രമല്ല, അത് അവിടെ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരും. പിണറായി വിജയൻ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി എന്ന ബയോ തിരുത്തി. CPM പോളിറ്റ് ബ്യൂറോ അംഗം എന്ന മാത്രമാണ് പുതിയ ബയോ. അരുൺരാജ് നൽകും വിശദാംശങ്ങൾ. അരുൺരാജ്, വിധി ദിനം നാളെയാണ്, അതിന് മുൻപ് തന്നെ ആ ബയോ അങ്ങ് തിരുത്തിയല്ലേ? അതുല്യ ആര്യ, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് തന്നെയായിരുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരള എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബയോ പൂർണ്ണമായും തിരുത്തിയിരിക്കുന്നു. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ CPIM എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബയോ ഉള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം അപ്പം അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ സഹാവിന്റെ ആ ഒരു സോഷ്യൽ മീഡിയ പേജുകളിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് മാത്രമായിട്ട് ഒരു ബയോ തിരുത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകാർ പറയുന്നത്. അപ്പൊ ഇത് മുൻപൊന്നും കാണാത്ത തരത്തിൽ, അതായത് മുൻപ് നമ്മുടെ ഇലക്ഷൻ സമയത്ത്, അതായത് ഇതിന് മുന്നേ ഉള്ള ഇലക്ഷൻ സമയത്ത്, നിയമസഭ ഇലക്ഷൻ സമയത്തൊന്നും ഈ ഒരു പ്രതിഭാസം കണ്ടിരുന്നില്ല. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിണറായി വിജയൻ ഒരാഴ്ചക്ക് മുമ്പേ സംസ്ഥാനം വിട്ടു എന്നുള്ള ഒരു ന്യൂസും കൂടെ ഇതിൽ വഴി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമല്ല പിള്ളാച്ച ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ഇന്നലെയല്ല, മെയ് 1-ാം തീയതി നമ്മുടെ VT സതീശൻ, പ്രതിപക്ഷ നേതാവ് VT സതീശനെ വാനോളം പുഴുത്തുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലെക്സ് അടക്കം വെക്കുന്ന കണ്ടിട്ടുണ്ട്. VT സതീശന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. VT സതീശന്റെ മാത്രമല്ല അങ്ങ് പാലക്കാട് നമ്മുടെ രമേശ് പിഷാരടി ഭരിക്കും അവിടെ ആരാധിക്കുന്നത് നമ്മുടെ ശോഭ ചേച്ചിയെ വീഴ്ത്തിക്കൊണ്ട് രമേശ് പിഷാരടി മുന്നേറും എന്നുള്ള ഒരു പ്രവചനം നടക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ രമേശ് പിഷാരടിക്ക് അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കോട്ടയത്ത് ഇവിടേക്കായിട്ട് നിരക്കുന്ന ഒരു വാർത്തയും കൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അത്യാവശ്യം നല്ലൊരു പവർ ഹാൻഡ് ഉള്ള വ്യക്തിയാണ്. നല്ലൊരു പിടിപാടുണ്ട്. അവര് നേരത്തെ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവര് വിജയസാധ്യത കൂട്ടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അത് മാത്രമല്ല, അവര് തുച്ഛമായിട്ടുള്ള ഒരു നമ്പേഴ്സിനായിരിക്കും അവർ മിക്കപ്പോഴും ഇടയ്ക്ക് നിന്നിട്ടുണ്ട്. അവിടെ എല്ലാം അവരുടേതായിട്ടുള്ള പ്രതിച്ഛായ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഉള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. ഒരു ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് നിമിഷത്തില് ഒരു കൈക്കൂലി കൊടുത്തു, വോട്ടറിന് കൈക്കൂലി കൊടുത്തു എന്നുള്ള ഒരു സംഭവമാണ് നന്നായിട്ട് നിന്നത്. അത് അവർക്ക് നല്ലൊരു നെഗായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ VT സതീശൻ എവിടെ പോയി NDA സ്ഥാനാർത്ഥികളെ കണ്ടു എന്നൊക്കെ ഉള്ള ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പം വി ടി സതീശന് അതൊരു മാനസികമായിട്ട് ഇടിച്ചിരുത്താനുള്ള ഒരു സംഭവമാണോ എന്ന് അറിയത്തില്ല. കാരണം ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനത്തോട്ട് വരുവാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി കസാരയ്ക്ക് ഉള്ള അടിപിടിയാണ്. കൊച്ചു ജനിച്ചില്ല, അത് കഴിഞ്ഞിട്ട് പോരെ പേരിടിയിൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ റിസൾട്ട് വന്നില്ല. അതിന് മുമ്പേ കസാരയ്ക്ക് അടിയും പിടിയും വഴക്കും തല്ലും അടിപിടിയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ 3 പേരെയാണ് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് വി ടി സതീശൻ, പിന്നെ എന്താണ് നമ്മുടെ രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ കെ സി വേണുഗോപാൽ. അപ്പൊ കെ സി വേണുഗോപാൽ ആണെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷേ എനിക്കിഷ്ടം, എനിക്ക് പേഴ്സണലി മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വി ടി സതീശനാണ്. രമേശ് ചെന്നിത്തല നല്ലതാണ്, നേരത്തെ നമ്മുടെ MP ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആഭ്യന്തരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ ഒന്നും പൊട്ടിത്തെറിച്ച് പറയുന്ന ഒരു പ്രകൃതമല്ല. ആ പോട്ടെ എന്നുള്ള ഒരു സാമട്ട് അത് നമുക്ക് ഇനി പറ്റത്തില്ല. നമുക്ക് വി ടി സതീശനെ പോലെ ഒരാൾ വേണം. കാരണം ഇനി എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അവിടെ LDF ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ സെക്രട്ടേറിയറ്റ് കത്തിക്കുമെന്നാണ് സെക്രട്ടേറിയറ്റ് കത്തിക്കുന്നില്ല, സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടാകുമെന്ന് ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. നടന്നില്ല. കാരണം കുറച്ച് ഫയലുകളൊക്കെ മാറ്റണമല്ലോ, അഴിമതിയുടെ അങ്ങനെയൊക്കെ കുറച്ച് കാരണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം മുൻ മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഭരിച്ചിട്ട് പോയ സമയത്ത് അവിടെ ഇനി അഴിമതി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മേയർ ചുമതലയേറ്റത്, നമ്മുടെ BJP. പുള്ളി കയറി കഴിഞ്ഞിട്ട് പുള്ളി അവിടെ ഭരിക്കാൻ പോലും സമ്മതില്ല. കാരണം എടുക്കുന്ന ഫയൽ മൊത്തം അഴിമതിയാണ്, അഴിമതിയോട് അഴിമതി. അപ്പൊ അഴിമതി ഒന്ന് നിർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വാസ്തവം. ഇനിയും നമുക്ക് ഇപ്പൊ LDF മാറി UDF വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, എന്നും സമരമായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം ചീഞ്ഞളിഞ്ഞ പരിപാടി കാണിക്കൂടെ പറ്റുകൾ, ചീഞ്ഞളിഞ്ഞ പരിപാടി കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരിക്കാൻ സമ്മതിക്കത്തില്ല. നമുക്കറിയാം SFIയുടെ ഇത്ര നാൾ നമ്മൾ 10 വർഷം എന്താണ് സമരവും കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഇനി പേടിക്കേണ്ട, എന്നും സമരമായിരിക്കും, ഹർത്താലായിരിക്കും, SFI എല്ലാം അവിടെ ഇവിടെയായിട്ട് നിരക്കും. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് മനസ്സിലായല്ലോ. പിന്നെ BJPക്ക് എന്റെ ഒരു ഒപ്പീനിയനുമായി ഇത് പറയുകയാണെങ്കിൽ ഒരു 3 സീറ്റ് വരെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ചിലവർ പറയുന്നു തൂക്കുമുന്നണി വരുമെന്നൊക്കെ പറയുന്നു. അപ്പൊ പലരുടെയും ഈ പ്രവചനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുറത്തു വന്നു. പിന്നെ നമ്മൾ കേരളം പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, അവിടെ ഒരു ത്രികോണ മത്സരമാണ്. തമിഴ്നാട് TVK വിജയുടെ ഒരു പുതിയ പാർട്ടിയാണ് നിൽക്കുന്നത്. പിന്നെ എന്താണ് DMK നിപ്പുണ്ട്, ADMK നിപ്പുണ്ട്. അപ്പം ഇത് വിജയ്ക്ക് ഇവിടെ ഒരു തിരിച്ചുവരവല്ല, പുതിയ പാർട്ടിയാണല്ലോ, 2-3 മാസം കൊണ്ട് ഉടലെടുത്ത ഒരു പാർട്ടിയാണ്. അപ്പം വിജയുടെ വിജയസാധ്യതയാണ് ഇവിടെ നോക്കുന്നത്. പിന്നെ നമുക്കറിയാം എന്താണ് ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് നല്ല ഒരു വളക്കൂറാണ് തമിഴ്നാട്. അവിടെ ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വിളവ് അവിടെ വിളയും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ MGR ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ജയലളിത നമുക്കറിയാലോ. അപ്പൊ ആസ് യൂഷ്വൽ അവർക്ക് എപ്പോഴും ഒരു ഹീറോ പരിവേഷം മതി. അപ്പം വിജയുടെ വിജയസാധ്യതയാണ് ഒന്ന് ഒത്തു നോക്കുന്നത്. പിന്നെ നമുക്ക് പിന്നീടുള്ള ഒരു ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് BJP പിടിക്കൂ എന്നുള്ളതാണ് ഇത്തവണ. അതെങ്ങനെയായിരിക്കും BJP തൂക്കൂ എന്നുള്ളത് നോക്കി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ ആസാം അങ്ങനെയുള്ളത് നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ BJP തൂത്തു വാരിക്കൊള്ളും. പിന്നെ കേരളത്തിലുള്ള ഒരു ഭരണമാറ്റത്തെ കുറിച്ച് അറിയാനാണ് നമ്മുടെ കേരള ജനത ഇത്രയും നോക്കി നിൽക്കുന്നത്. പിന്നെ എന്താണ് ഇന്ന് VT സതീശൻ പോയതിനെ കുറിച്ച് ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എന്നൊക്കെയല്ല അതും കൂടി ഒന്ന് കാണാം. VD സതീശൻ ഈ നാളെ ജനവിധി വരാനിരിക്കെ 3 ദിവസം മുൻപ് VD സതീശൻ നടത്തിയ ഒരു മംഗലാപുരം യാത്രയുണ്ട്. മെയ് 1-ാം തീയതി VD സതീശൻ മംഗലാപുരത്തേക്ക് പോയത് ചാർട്ടേഡ് വിമാനത്തിലാണ്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് VD സതീശൻ നടത്തിയ യാത്ര ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ ചർച്ചയായ സ്ഥിതിക്ക് നമ്മൾ ആ ചാർട്ടേഡ് വിമാന യാത്രയിലേക്ക് കൂടി പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുടെ ചെലവ് വഹിച്ചത് അദ്ദേഹമല്ല, മറ്റൊരാളാണ്. ആ വ്യക്തി ആരാണ് എന്നതുകൂടി നമുക്ക് ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്താണ് ആറന്മുളയിലോട്ട് വരികയാണെങ്കിൽ നോക്കിയേ വേണ്ട, അവിൻ ബാർക്കി തൂക്കും, അവിടെ UDF തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത്തവണത്തെ എന്താണ് ആരോഗ്യ മന്ത്രി വീണ ജോർജ് ഇനി മുതൽ റെസ്റ്റ് എടുക്കാമെന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയണ്ണൻ എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ഒരു കാര്യം മീഡിയാസിനോട് പറഞ്ഞെങ്കിൽ പുള്ളിക്ക് അന്നേരം തുണ്ടെടുത്ത് വായിക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പം അങ്ങനെയുള്ളവരൊന്നും ആവശ്യമില്ല, അവരൊക്കെ എടുത്ത് തൂത്തുവാരി കളയട്ടെ. അപ്പം അതൊക്കെയാണ് കേരളത്തിൽ UDF വരും എന്നാണ് എന്റെ ഒരു POV വെച്ച് നോക്കുകയാണെങ്കിൽ 80-85ഓളം സീറ്റുകൾ UDF തൂക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. പിന്നെ അതുപോലെ തന്നെ പിണറായി വിജയൻ ഇപ്പൊ ഈ എന്താണ് ബയോ തിരുത്തിയത് കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം പുള്ളി തവണ എന്താണ് തുടർ ഭരണം നടക്കത്തില്ല, പണി വാളിമ്പളത്തെ കിട്ടി പിള്ളാച്ച എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായ കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അറിയാനും അതൊക്കെ ഇരിക്കുന്നു. എന്നാൽ നാളെ 8 മണി തൊട്ട് 12:30 വരെ 1 മണിയോടെ എല്ലാം പടക്കവും എല്ലാം പൊട്ടും. അപ്പം ഒരു മാസമായിട്ട് നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഇനി 5 വർഷം ഇനി ആരുടെ പെടലിക്കാണ് നമ്മുടെ തലയിരിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കാണണം. അപ്പൊ പവർ കട്ടൊക്കെ വന്നല്ലോ അല്ലെ, പവർ കട്ട് ഇല്ലാത്ത 10 വർഷമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ലാസ്റ്റ് നിമിഷം പവർ കട്ടും വന്നു. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ. എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ എന്താണ് കുറെ നാൾ കൂടിയുള്ള ഒരു പൊളിറ്റിക്സ് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ, നാളെ തൊട്ട് ആര് ഭരിക്കും? UDF, LDF, BJPയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ പൂഞ്ഞാറിലോട്ട് വരുവാണെങ്കിൽ BJPക്ക് ചിലപ്പോൾ ഒരു ചെറിയ ചായ്വുണ്ട്. പക്ഷെ
PC ജോർജ് നിന്നത് കാരണം, PC ജോർജിന്റെ നാക്ക് ഒരു പ്രശ്നമായത് കാരണം അവിടെ ഈരാറ്റുപേട്ടയിൽ കൂടുതലും മുസ്ലിംസ് സമുദായത്തിൽ അവരെ ഒന്നടങ്കം പുള്ളി ആക്ഷേപിച്ചത് കാരണം അവിടെ എങ്ങനെ അത് വർക്കൗട്ട് ആകും എന്ന് എനിക്കറിയില്ല. പിന്നെ പാലയിലാണെങ്കിൽ പുള്ളിയുടെ മരുമ നിൽക്കുന്നുണ്ട്. പുള്ളിയെക്കാളും കൂടുതൽ എന്താണ് PC ജോർജിനെക്കാളും കൂടുതൽ എന്താണ് ഒരു 35% വോട്ട് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് വിഷയങ്ങളുടെ പോക്കും മറ്റും ഭാവിയൊക്കെ നോക്കുമ്പോഴത്തേക്ക്. പിന്നെ എന്താണ് പിന്നെ എവിടെയാണ് ത്രികോണ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പിണറായി വിജയൻ ഉറപ്പായിട്ടും ജയിക്കും. കാരണം പിണറായി വിജയൻ നിൽക്കുന്ന അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിണറായി വിജയൻ അല്ല, CPM ടാഗിട്ട് വേറെ ഒരു ഏത് മനുഷ്യൻ നിന്നാലും അവിടെ ജയിക്കും. കാരണം അത് CPM കോട്ട തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ പിണറായി വിജയന്റെ എന്താണ് ഭൂരിപക്ഷം കുറയും. 50,000 ഭൂരിപക്ഷം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം 50,000 ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചെങ്കിൽ ഇന്നത് 20,000-ഓളം താഴ്മ. അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, പിണറായി വിജയനെ സ്വന്തം നാട്ടുകാർ പോലും അത്രയും വെറുക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ധർമ്മടത്ത്. അപ്പം ധർമ്മടത്ത് എന്താണ് പിണറായി വിജയൻ തന്നെ അധികാരത്തിലേക്കും പക്ഷെ മുഖ്യമന്ത്രി പദവി പോകുമെന്നൊക്കെയാണ് നമുക്ക് ഇപ്പൊ പറയാനുള്ളത്. പിന്നെ ശിവൻകുട്ടിയാണ് നമ്മുടെ വീണ ജോർജ് ചേച്ചി ഇവരൊക്കെ തൂത്തുവാരി എറിയേണ്ട സമയം ആകും. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ്. അതിനോടൊപ്പം തന്നെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈ റിയാക്ഷൻ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതൊക്കെയാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഓക്കെ, ശുഭരാത്രി. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ബിലോ. അപ്പൊ ബൈ ബൈ.